എന്നിട്ട് ഈ പൊടി ഉണ്ടല്ലോ, ഈ പൊടി ഇതാണ് PVC പൈപ്പായിട്ട് മാറുന്നത്. ബാൽക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫാക്ടറിയിലാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ കയറി വന്നപ്പോൾ തൊട്ട് എന്റെ കണ്ണ് വന്നത് ഈ പൈപ്പ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇതിലേക്കാണ്. എന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ എന്ത് മനോഹരമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ. നല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അച്ചടക്കത്തോടെ പൈപ്പ് ഒരു കസ്റ്റമറിന് നമ്മൾ ഈ പൈപ്പ് കൊടുക്കുമ്പം ആ പൈപ്പിനകത്ത് ഒരു പൊട്ടലോ ചതവോ ക്വാളിറ്റി കുറവോ ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ പൈപ്പിനകത്ത് എത്രത്തോളം അവരിവിടെ ശ്രദ്ധിച്ചാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പൈപ്പ് ഇവിടെ ഇവർ ഈ ചെയ്തു വെച്ചേക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ പൈപ്പ് എങ്ങനെ ഉണ്ടായി വരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ ഇതിപ്പം ഇത് നമുക്ക് കാണാമല്ലോ. ഈ ഒരു പൈപ്പ് ഇത് എങ്ങനെ ഇങ്ങനെ ആയി വരുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ ഇത് എങ്ങനെ ആയി വരുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫാക്ടറിക്ക് ഉള്ളിലേക്ക് പോവാം. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് ഈ പൈപ്പ് ഉണ്ടാക്കുന്നത്, ആ പൊടിയിൽ നിന്ന് എങ്ങനെയാണ് പൈപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് ഓരോ പ്രോസസ്സിങ് ഓരോ എങ്ങനെ എവിടെ തൊട്ട് തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരണേ. ഒന്ന് നേരെ പോയാലോ. മെയിനായിട്ട് വരുന്ന PVC റെസിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ട ആ പൗഡർ ഉണ്ടല്ലോ, ആ പൗഡർ തൊട്ട് അത് എങ്ങനെയാണ് ആ പൗഡറും പിന്നെ നമ്മുടെ വാക്സ് ഉണ്ട്, കാൽസ്യം ഉണ്ട്, സ്റ്റെബിലൈസർ, ടൈറ്റാനിയം വരുന്നുണ്ട്, ഗ്യാസ്. ഇത് ഇത്രയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് 115 ഡിഗ്രി ടെമ്പറേച്ചറിൽ മിക്സ് ചെയ്തെടുത്താണ്. ഇപ്പൊ മിക്സ് ചെയ്ത് കഴിയുമ്പോ ഇത് ഇങ്ങനെ ആവുമോ? ഇതിപ്പോ ഇത് മിക്സ് ചെയ്തിട്ടേക്ക് കൂൾ ചെയ്യണം. ഒരു 40 ഡിഗ്രി കിടക്കുന്ന പൊടി ഇതൊരു പൈപ്പായി മാറണമെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യം അത് തന്നെയാണ്. അപ്പുറത്തേക്ക് അതെ, ഇവിടുന്ന് പൊടി വലിച്ചെടുക്കണം. ഈ പൈപ്പ് വഴി കൂപ്പറിലേക്ക് വലിച്ചെടുക്കും. അതായത് ഈ പൈപ്പ് വഴിയാണ് ഇതിലേക്ക് വലിച്ചെടുക്കും. അതിൽ സെൻസർ ഉണ്ട്. അവര് ലിമിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് പൊടി ഇറങ്ങുന്നതനുസരിച്ച് വലിച്ചെടുത്തോട്ടെ. ഇതുവഴി വലിച്ചെടുത്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ പൊടി ഇതിനകത്ത് വലിച്ചെടുക്കുന്ന സമയത്ത് ഇതെന്താ ഹീറ്റ് ആവുകയാണ്? ഹീറ്റ് ആവും. ഇത് ഹീറ്റായി ഇതിനകത്ത് ഉദിക്കുകയാണോ? അതോ ഹീറ്റായി മെൽറ്റ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി പൈപ്പിലേക്ക് ഇവിടെ വരും. അപ്പൊ അതാണ്ട് ഈ ഇതേപോലെ ഇപ്പൊ ഇറങ്ങുന്നതാണ് ഇതല്ലേ? എന്നിട്ട് ഇത് എന്താണ്? ഇതിനകത്ത് ഒരു സൈസർ പൈപ്പിന്റെ സൈസ് ഇതിപ്പോ ഓൾറെഡി ഹീറ്റ് ആണ്. അതെ. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഇതെന്താണ് ടാങ്ക് എന്ന് പറയും. ഇതിനകത്ത് കൂൾ ചെയ്യുന്ന എന്താണ്? അതിന്റെ ഒരു എന്തിനാണ് അതങ്ങനെ കൂൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന പൈപ്പ് ഫോമായി വരും, പേസ്റ്റ് രൂപത്തിൽ വരുന്നില്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഒരു ട്യൂബ് പോലെ ഇങ്ങനെ അറ്റം വരെ ഹീറ്റ് കൂളാക്കി വരും. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അളവ്? അതിനകത്ത് ഈ വരുന്ന എല്ലാം ഒരേ രീതിയിലായിരിക്കുമല്ലോ പൈപ്പ് വരുന്നത്. അവിടെ അളവ് അഡ്ജസ്റ്റ് ചെയ്യും? അല്ല, ഓരോ സൈസിനും ഓരോ ഡൈയും മാൻഡും ഉണ്ടാവും. അവിടുന്ന് തന്നെ ഇതിനകത്ത് മാറ്റി സെറ്റായി വരും. ഇപ്പൊ 63ന്റെ പൈപ്പാണ്. 63 4 പൈപ്പ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് 63ന്റെ ഡൈയും മാൻഡിലും മാറ്റി സെറ്റാകും. അതേപോലെ ഓരോ ഐറ്റമും അതേപോലെ 50,000. നമ്മൾ ഈ പൈപ്പിനകത്തെ ഈ ജസ്റ്റ് ഈ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തുന്നത് അത് എങ്ങനെയാണ്? അത് എന്തിലൂടെ അഡ്ജസ്റ്റ് ചെയ്താണ് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നത്? പല പൈപ്പുകൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുമല്ലോ. അത് മിക്സ് ചെയ്യുന്നതിനകത്താണോ വ്യത്യാസം വരുന്നത്? അതോ അത് മിക്സും കെമിക്കലിന്റെ ഇതുണ്ടാവും. കെമിക്കല് നമുക്ക് ഹീറ്റിന്റെതും ഓടുന്നതും വരും. ഇത് നമ്മൾ ഇവിടെ മെയിനായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഈ പൈപ്പ് ഇങ്ങനെ ഇവിടുന്ന് ഔട്ട് വരും. ഇപ്പൊ ഒരേ ലെന്തിലായിരിക്കുമല്ലോ പൈപ്പ് വരുന്നത്. ഇവിടെ നിങ്ങളുടെ അതായത് എത്ര മീറ്ററാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അളവിൽ ഇത് കട്ട് ചെയ്യും. ഏതളവിൽ വേണമെങ്കിലും. ഇത് ഓട്ടോമാറ്റിക് ആണോ അതോ അല്ല ഇത് മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നു? ഓട്ടോമാറ്റിക്. അളവ് ഇപ്പൊ 5-30 കൊടുത്തിട്ടില്ലേ? സോക്കറ്റിന് കളറൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. 5 മീറ്റർ പ്ലസ്. അപ്പൊ നമ്മുടെ അളവ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് ഇതെന്താണ്? ഇത് പൈപ്പിന് ലൈൻ ഇടാൻ വേണ്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെന്താണ്? ഇതെന്ത് പരിപാടി? ഇത് ഓൺലൈൻ സോക്കറ്റ് മെഷീനാണ്. ഇതിനകത്ത് ഓട്ടോമാറ്റിക് സോക്കറ്റ്. പണ്ടൊക്കെ സോക്കറ്റ് അടിക്കുന്നത് നമ്മൾ ഹീറ്റ് മാനുവലി അവിടെ അതിലാ ചെയ്യുന്നുണ്ട് ആയിരുന്നല്ലോ. അപ്പൊ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കലി വരുവാണ്. ഓക്കെ. അപ്പൊ ഈ ഇവിടെ ഓർഡർ ചെയ്തിട്ട് നമ്മുടെ ഓരോരോ അളവ് പൈപ്പ് ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്.
ഈ ഹീറ്റിങ്ങിന്റെ പ്രശ്നമൊക്കെ വന്നിട്ട് പൈപ്പ് നമുക്ക് കംപ്ലൈന്റ് ആയി പോകാറുണ്ടല്ലോ. അത് പിന്നെ എന്തോ ചെയ്യും നിങ്ങൾ? അത് വീണ്ടും അത് വേസ്റ്റിലേക്ക് ഒഴിവാക്കത്തേ ഉള്ളൂ, ബേണിങ് കാര്യങ്ങളും വന്നാൽ ഒഴിവാക്കത്തേ ഉള്ളൂ, അല്ലാതെ അത് വീണ്ടും യൂസ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൗഡറിൽ നിന്ന് പൈപ്പായി മാറും. ഇതേപോലെ വലിയ വലിയ പൈപ്പുകളാവുന്ന എല്ലാ കമ്പനികളിലും ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാ കമ്പനിയും ഒന്നും പെർമിഷൻ തരത്തില്ല അകത്ത് കയറി ഇതേപോലെ വീഡിയോ എടുക്കാൻ. ഒരു ഫാക്ടറിക്ക് അകത്ത് കാണാൻ പറ്റുന്നത് തന്നെ ഇങ്ങനൊരു എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൈപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്ലാസ്റ്റിക് ഉരുക്കി ഇങ്ങനെ ആയിരിക്കും പൈപ്പ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ സങ്കല്പിച്ച് വെച്ചതാണ്. അപ്പൊ ഇതൊരു പൗഡറിൽ നിന്നാണ് ഇങ്ങനെ ഒരു പൈപ്പായി മാറുന്നതെന്ന് ഈ ഫാക്ടറിക്കകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്നതിന് താങ്ക്സ്.